സർവീസ് സഹകരണ ബാങ്കിന്റെ 75 വയസ്സ് തികഞ്ഞ മുതിർന്ന അംഗങ്ങൾക്കുള്ള സാന്ത്വനം പെൻഷനും സംഘങ്ങൾക്കുള്ള ഫണ്ട് വിതരണവും പള്ളിപ്പുറം സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂടാതെ വയനാട് ദുരന്തത്തിന് കൈത്താങ്ങായി ബാങ്കിന്റെയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നൽകുന്ന ധനസഹായം MLA KN ഉണ്ണികൃഷ്ണന് കൈമാറി. ബാങ്ക് വൈസ് പ്രസിഡന്റ് AS രതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, പൂയപ്പള്ളി തങ്കപ്പ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി KB ലിസി നന്ദിയും പറഞ്ഞു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA ആശംസ അർപ്പിക്കാനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിൽ സംബന്ധിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 75 വയസ്സ് പൂർത്തീകരിച്ച മുതിർന്ന അംഗങ്ങൾക്കുള്ള സാന്ത്വന പെൻഷന്റെ വിതരണവും അതോടൊപ്പം തന്നെ ഇതര സംഘങ്ങൾക്കുള്ള സഹായ ധനത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഇവിടെ നടത്തപ്പെടുന്നത്. എന്നിവിടെ സൂചിപ്പിച്ചത് നമ്മളെല്ലാം ഏറെ ദുഃഖത്തിലാക്കിയ സംഭവമാണ് വയനാട്ടിലുണ്ടായ വലിയ ദുരന്തം. ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കഷ്ടതനുഭവിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധിയായിട്ടുള്ള സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള സഹായ ധനത്തിൻ്റെ ഒരു കൊടുക്കച്ചടങ്ങും ഈ അവസരത്തിൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഹകരണ മേഖലയാകെ കരുത്ത് പകരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുകളോടൊപ്പം ഒട്ടനവധിയായിട്ടുള്ള സാന്ത്വന മേഖലയിലുള്ള ഇടപെടൽ, അതോടൊപ്പം കാർഷിക രംഗത്തായാലും മറ്റു തരത്തിലുള്ള വികസന മേഖലയിലായാലും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ് നമ്മളുടെ സംഘം. പ്രിയപ്പെട്ട സഹകാരികൾ, ഇന്ന് അർത്ഥമാണ് എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ വർഷത്തിലാണ് 1924 പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ബാങ്ക് ഇപ്പോൾ 100 വർഷം കഴിയുകയാണ്. ഇവിടെ പ്രവർത്തനത്തിൽ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ബാങ്ക് നിരവധിയായിട്ടുള്ള ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, സഹകരണ പ്രസ്ഥാനം നമ്മുടെ സാധാരണക്കാരുടെ ഒരു അധ്വാനിയാണ്. സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സഹകരണ പ്രസ്ഥാനം സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ, പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് നമ്മുടെ പൂർവികരുടെ കഠിനാധ്വാനം കൊണ്ട് ഇന്ന് നമ്മൾ ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും സഹകരണ പ്രസ്ഥാനത്തിലെ ക്രമക്കേടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിനെല്ലാം മുന്നേറ്റമായി സർവീസ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തന ശൈലി ആണ് നമ്മുടെ ബാങ്കിൽ നിക്ഷേപം ഇടുന്നത്. അങ്ങനെ ഇടുന്ന നിക്ഷേപത്തിലാണ് നമ്മുടെ വായ്പകൾ എടുക്കുന്നത്. ആ വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ എന്നുള്ളത് ഒരു സർക്കാരിലെ അല്ലെങ്കിൽ വായ്പ സഹകരണ ബാങ്കിലെ അംഗങ്ങൾക്കല്ലേ വായ്പ കൊടുക്കും. ആ സർക്കാരിലെ ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് കാണാം. അല്ലെങ്കിൽ മുന്നോട്ട് പോയില്ല.
വായ്പ നമുക്കറിയാം. ഇപ്പോ നമ്മുടെ സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു വായ്പ എത്രയോ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ വരാം. 50,000 രൂപ ലഭ്യമാക്കണമെങ്കിൽ ഇന്ന് വിചാരിച്ച വൈകുന്നേരം നമുക്ക് ലഭ്യമാണ്. വേറെ ഏതൊക്കെ സാമ്പത്തിക നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രമണിയ ജയൻ, ബാങ്ക് സെക്രട്ടറി സി മേഡം, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ മുതിർന്ന അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സാന്ത്വന പെൻഷൻ വിതരണവും നമ്മുടെ സംഘടനകൾക്കുള്ള ഫണ്ട് വിതരണവും അതിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം ഉപയോഗിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനം വളരെ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അംഗങ്ങളും ഇതിൻ്റെ നടത്തിപ്പുകാരും എല്ലാം നമ്മൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ്. നമുക്ക് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യന്തരീക്ഷത്തിൽ നമ്മുടെ സഹകരണ സംഘടനകളെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയും. നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മരണം വരെ, ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ബന്ധപ്പെടേണ്ടി വരുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് കേരളത്തിലെ സഹകരണ സംഘടന. ഓരോ സഹകരണ സംഘടനകളും വിജയിക്കുന്നത്, അതിലാളുകൾ അംഗങ്ങളാകുന്നത്, അവരുടെ പണം നിക്ഷേപിക്കുന്നത്, ഇതെല്ലാം ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിനെ നയിക്കുന്ന ആളുകൾ കൂടി അതിൻ്റെ ഒരു മുഖമുദ്രയെ നല്ല സത്യസന്ധരും നല്ല ജനസേവകരുമായിട്ടുള്ള ആളുകളാണ് ബാങ്ക് ഭരണത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം പോകും. അങ്ങനെ വൈപ്പിക്കരയിൽ ഏറ്റവും വിശ്വാസയോഗ്യമായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുൻനിരയിലാണ് ശ്രീ എബ്രഹാം നേതൃത്വം നൽകുന്ന ഈ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് 100 വർഷം തികഞ്ഞ് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചരിത്രം. ഈ 100 കൊല്ലം വളരെ സമ്പന്നമായ ചരിത്രം നമുക്ക് ഈ ബാങ്കിലുണ്ട്. ഈ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ എല്ലാം നല്ല നിലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കൊരു സാന്ത്വനമായി, സ്നേഹസ്പർശമായി, വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനമായി എല്ലാ മേഖലകളിലും നന്നായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം. തീർച്ചയായും ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ സാന്ത്വന പെൻഷൻ പദ്ധതി നമ്മളിവിടെ നൽകുന്നത്. ഏതാണ്ട് 86 വരുന്ന ആളുകൾക്ക് നമ്മൾ ഇതിപ്പോൾ ഇതിലൂടെ നൽകുന്നുണ്ട്. ഒരു വലിയ ആശ്വാസമാണ്. ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇതിൻ്റെ വളർച്ചയിൽ സഹകരിക്കാൻ പ്രവർത്തിച്ച മുതിർന്ന അംഗങ്ങൾക്കുള്ള ഈ പെൻഷൻ തീർച്ചയായും ഒരു സാന്ത്വന സ്പർശമാണ്, ഒരു സ്നേഹസ്പർശനമാണ്. അതാണ് കയറില്ല. അങ്ങനെയെല്ലാം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുതാണെങ്കിലും നമ്മുടെ കയർ സംഘത്തിന് ഒരു പ്രോത്സാഹനം ഈ പള്ളിപ്പുറം ബാങ്ക് നൽകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖല, നമുക്കറിയാം വൈപ്പിക്കരയിൽ നമ്മുടെ മത്സ്യമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പുറമേയാണ്. അത് വേറെ കാര്യം. കുറച്ചിലാണ് കൂടുതൽ ബോട്ടിൽ പോകണമെന്നും വള്ളങ്ങളിൽ പോകണമെന്നും നോക്കിയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടന ഇന്നിപ്പോ തന്നെ നമ്മുടെ ഞാനൊരു പരിപാടി പങ്കെടുത്തിട്ട് വരുവാണ്. അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് വള്ളത്തൊഴിലാളികളുടെ സഹകരണ സംഘം, ഞാനൊരു നായകരം സംഘത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരുന്നത് 262 ആളുകൾക്കാണ് 1400 രൂപ വില വരുന്ന കിറ്റ് വിതരണം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അതുപോലെ തന്നെ പലിശരഹിത വായ്പ 54 പേർക്കാണ് 10,40,000 രൂപ വിതരണം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അത് അവിടുത്തെ സ്വതന്ത്രമായ സ്ഥാപനം. ദേശീയ അവാർഡ് കേന്ദ്ര സർക്കാരിന്റെ
ഇതേപോലെ തന്നെ ഇതിപ്പോ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഒരു 6 മാസം മുമ്പ് 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചത്. ആ മരിച്ച മത്സ്യത്തൊഴിലാളികളിൽ 2 പേർ മറ്റു 2 പേരെ ചില സാങ്കേതിക തടസ്സം വന്നിട്ടുണ്ട്. ആ 2 കുടുംബങ്ങൾക്കുള്ള 10 ലക്ഷം രൂപ വീതമുണ്ട് നമ്മുടെ മത്സ്യ ക്ഷേമ ബോർഡിന്റെ വകയായിരുന്ന ഇൻഷുറൻസ് പദ്ധതി. 10 ലക്ഷം രൂപ വീതം ഈ 2 കുടുംബങ്ങൾക്ക്, അങ്ങനെ 20 ലക്ഷം രൂപ അവിടെ വിതരണം ചെയ്യാൻ പോകും. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മറ്റുവേദിയിരിക്കുന്ന അംഗന്മാർക്കടക്കമുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ബാങ്കിൻ്റെ സഹകാരികളായിട്ടുള്ള പെൻഷൻ ഉപഭോക്താക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബാങ്കിൻ്റെ സ്വാതന്ത്ര്യ പരിപാടി കുറേ കാലങ്ങളായി എല്ലാ മേഖലയിലും, ഇതിൽ മേഖലയിൽ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനം നടത്തുന്നതിന് അതിനൊരു പരിപാടികൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യ പെൻഷൻ വിതരണം നടത്തുന്നത്. നഷ്ടമാണ് എല്ലാവരും നഷ്ടത്തിലെ ഒരു സമ്മാനമായിട്ടാണ് നമ്മുടെ ബാങ്ക് ഇന്ന് തന്നെ പരിപാടികൾ വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നമ്മുടെ എംഎൽഎയും അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനെല്ലാം എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. നമ്മുടെ പ്രായം 75 വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എത്തിച്ചേർന്ന കുറേ സംബന്ധമായി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല. ഈ പരിപാടി നടപ്പിലാക്കുന്ന വെളിപ്പം പഞ്ചായത്തിന്റെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ അഭിനന്ദനം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി എത്രയോ അസുഖങ്ങളുള്ളവരാണെങ്കിലും മറ്റ് കിടപ്പുരോഗികളാണെങ്കിലും കിടപ്പുരോഗികൾക്കാണെങ്കിലും എല്ലാം ഒരു വളരെ വിപുലമായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ. ഭൗതിക സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പഴയകാലത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് പട്ടിണിയുടെ കാലമായിരുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്താണെന്നുള്ളത് കേരളം മുഴുവൻ വ്യാപിച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നേരിൽ കണ്ടൊരു കാലമായിരുന്നു. അത്രമാത്രം ഇല്ലല്ലോ. അതുകൊണ്ട് ആണ്ടിൽ ഒരിക്കലും ഇവിടെ ചുണ്ണാൻ വക വരുന്ന ഓണം വരുന്നത് കാത്തിരിക്കുക എന്നത് സൗഭാഗ്യകരമായ ഒരു പ്രതീക്ഷയായിരുന്നത്. കാണ്ടിട്ടും ഓണം വേണം എന്നതില്ലേ അത് വരുമ്പോൾ അതുകൂടെ നിരന്തരീകൾ കാണണമെന്ന് പറയുന്നത് അതാരും കിട്ടാറില്ല. പക്ഷെ അത് വിറ്റുകൊടുത്തായാലും ശരി ഓണം ഉണ്ടണമെന്നത് ചൊല്ലണ്ടായത്. അവസരന്മാർക്ക് വിശേഷിച്ച് കണ്ണീർ പരത്തി വീഴിയ പൂവ്, അതാണ് ഓണം. ഒരാണ്ടത്തെ പട്ടിണി ഒരു നേരത്തെ സുഭിക്ഷമായ സദ്യ കൊണ്ട് മാറ്റുന്നു എന്നും അദ്ദേഹം ഓണത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അതുകൊണ്ട് അന്ന് ഓണം വരുമ്പോൾ ഏറ്റവും ആഹ്ലാദമാണ്. അത് പുതിയ ഉടുപ്പ് വസ്ത്രങ്ങൾ കിട്ടും, പപ്പടപ്പഴം പായസം ഉൾപ്പെടെയുള്ള സദ്യ ഉണ്ടാകും എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തം മുതൽ 10 ദിവസം ഓടുക. അവരിൽ തന്നെ ഭൂരിഷ്ടമായി